ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മൾ രാവിലെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, കഴിക്കാൻ പോകുന്നത് നമ്മൾ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് നമ്മൾ പല കറികൾ ഉണ്ടാക്കാറുണ്ട്. സാമ്പാർ ഉണ്ടാക്കും, ചമ്മന്തി, തേങ്ങാ ചമ്മന്തി അരയ്ക്കും, കടലക്കറി ഉണ്ടാക്കും, പിന്നെ ഉരുളക്കിഴങ്ങും പരിപ്പും കൂടെ മാത്രം ഇട്ട് അത് നല്ലൊരു കറി. ഇതിനൊക്കെ പക്ഷെ ഒത്തിരി സമയം വേണം. അതിനൊക്കെ സമയം വേണം. പക്ഷെ ഇത്രയും സമയം ഒന്നും വേണ്ടാത്ത ഒരു 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് നമുക്ക്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഈ ചമ്മന്തിയുടെ പ്രത്യേകത പക്ഷേങ്കിൽ മറ്റു കറികളെക്കാളൊക്കെ രുചിയുണ്ട്. എളുപ്പമാണ്. ഇപ്പൊ നമുക്ക് രാവിലെ പെട്ടെന്ന് തിരക്ക് പിടിച്ചുണ്ടാക്കുവാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ചമ്മന്തി റെഡി ആവുകയും ചെയ്യും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, അല്ലെ? അതാണ്, സാധനങ്ങളൊന്നും വേണ്ട. ഇപ്പൊ തേങ്ങ ചിരണ്ടി ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കറി ഉണ്ടാക്കണേ കഷ്ണം വേണം. ഇതൊന്നും ഇല്ലാണ്ട് 2 മിനിറ്റ് കൊണ്ട് ടപ്പേം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ഈസി ചമ്മന്തി. അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഇഡലി അടുപ്പിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇഡലി വെന്തോണ്ടിരിക്കുകയാണ്. നമുക്ക് ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഈ മുളക് പൊടി നമ്മുടെ അതിനകത്ത് 2 സ്പൂൺ മുളക് പൊടി നമുക്കിടാം. പതുക്കെ മുളക് പൊടിയുടെ പച്ചയൊന്ന് മാറണം. 1 സ്പൂൺ, 2 സ്പൂൺ മതി. നമുക്കിപ്പോ 3 പേർക്ക് ഇത്രയും മതി. കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ മുളക് പൊടി ഇടാം. അപ്പൊ ഇത് എന്നാ മുളക് പൊടി വെച്ചാൽ പിരിയമുളക് പൊടിച്ച പൊടിയാണ്. മറ്റേ മുളകിനൊക്കെ എരിവ് കൂടുതലുണ്ട്. പിരിയമുളകല്ല, മറ്റേ എരിവ് വേണ്ടുന്നവർക്ക് മറ്റേ മുളക് പൊടി എടുക്കാം. അപ്പൊ ഇത് പതുക്കെ നമുക്ക് ഇതിന്റെ പച്ചച്ചവ ഒന്ന് മാറാനൊക്കെ നമുക്കൊന്ന് പതുക്കെ ചൂടാക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ കേട്ടോ. കാരണം നിങ്ങൾക്ക് അമ്മയുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം ഒന്ന് കമൻറ്റ് ചെയ്യാനും ഇവിടെ മറക്കരുത്. കാരണം നമ്മുടെ വീഡിയോസിന് കമൻറ്റും ലൈക്കും ഒക്കെ കുറവായതുകൊണ്ട് ചെറിയ റീച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ അത് ശകലം വെള്ളം ഇതിനകത്തോട്ടൊന്ന് ഒരിക്കൽ കുതിരാനൊക്കെ ഉണ്ട്. ഇത് ചൂടുവെള്ളം ഒഴിച്ചത്? ചൂടുവെള്ളം ഒഴിച്ചത്, പച്ചവെള്ളം ഒഴിക്കണ്ട. പച്ചവെള്ളം ഒഴിക്കരുത് അല്ലേ? ഈ മുളക് പൊടി ചൂടാക്കുന്ന പ്രത്യേക രുചിയായി, ചൂടാക്കുന്ന മുളക് പൊടിക്ക്. അപ്പൊ നമ്മുടെ മുളക് നമ്മൾ പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് ശകലം ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് രണ്ടാമത് വേണ്ടുന്ന കുറച്ച് ചുമന്നുള്ളിയാണ്. ആ ചുമന്നുള്ളി നമ്മൾ നന്നായിട്ട് കല്ലേ വെച്ചൊന്ന് അരച്ചോണ്ട് വരണം. ഇത്രയും ചുമന്നുള്ളി വേണം അല്ലേ? നമ്മള് നമുക്ക് 3 പേർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇത്രയും ചുവന്നുള്ളി അല്ലെ? ഇത് വളരെ കുഞ്ഞു ചുവന്നുള്ളി അല്ലെ? ചുവന്നുള്ളി തീർന്നു. ഇത് കല്ലിൽ വെച്ച് അരച്ചെടുക്കാം. കല്ലിൽ വെച്ച് അരച്ചോണ്ട് വരാം. കല്ലില്ലെങ്കിൽ ഇടികളിൽ വെച്ച് നന്നായിട്ട് ഇടിച്ചെടുത്താലും മതി. പക്ഷെ ഇടികളിൽ വെച്ചിടിച്ചാൽ അതിനകത്ത് അത്രയും അങ്ങോട്ട് രുചിയാവത്തില്ല അല്ലെ? നമ്മൾ കല്ലേ വെച്ച് അരക്കേണ്ട സാധനം കല്ലേ വെച്ച് തന്നെ അരച്ചെങ്കിൽ അതിന്റെ രുചി ഉണ്ടാവുള്ളൂ. നമ്മൾ മിക്സിയിൽ നമുക്ക് എളുപ്പമാകാൻ മിക്സിയിലൊക്കെ അരച്ചെടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ രുചി കുറവാണ്. നമ്മുടെ കല്ലിപ്പ് നനഞ്ഞു കിടക്കണം. എന്നാ ഇപ്പൊ നമ്മൾ വേറൊരു കറിക്ക് നമ്മൾ ഒന്ന് അരച്ചിട്ടങ്ങ് പോയതേ ഉള്ളു ഇപ്പൊ. അപ്പൊ അതിലേക്ക് തന്നെ നമ്മൾ വീണ്ടും അരയ്ക്കുവാണ്. അത് നമ്മൾ വീഡിയോ എടുക്കാൻ അരച്ചതല്ല, വേറെ ആവശ്യത്തിന് വേണ്ടി അരച്ചതാണ്. ഇത് ചുമന്നുള്ളി നന്നായിട്ട് അരക്കുന്നുണ്ട് അല്ലേ? നന്നായിട്ട് അരക്കണം. അപ്പൊ ഇത് എത്രയും അരഞ്ഞാൽ മതി. നമ്മൾ ഇത് അരച്ചത് എടുക്കുവാണ്. ഇതിങ്ങനെ നമ്മൾ പാളമുറിയും കൊണ്ട് വടിച്ചാട്ടോ നമ്മൾ എടുക്കുന്നത്. കല്ലിലൊക്കെ ഇവിടെ അരക്കും. എനിക്ക് കൈ കൊണ്ട് വടിച്ചെടുക്കാൻ അറിയാനും വയ്യ. എനിക്കത് ഇഷ്ടമല്ല കൈ കൊണ്ട് അങ്ങനെ വടിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളി അരച്ചു. ഇതിൽ മുളകൊന്നും വേറെ വെച്ച് അരക്കരുത് കേട്ടോ. പച്ചമുളകോ കാന്താരി ഒന്നും അരക്കരുത്. അപ്പൊ നമ്മുടെ ഉള്ളി ഇതേ ഇത്ര അരച്ച് നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡലി തന്നെ ആയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു തട്ട് കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെന്തതാ. എടുക്കാൻ പോകണം ഇഡലി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇഡലി മാവ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡലി ആട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അത് വേണം ഒരു ദിവസം നമുക്ക് കാണിക്കാം. നമ്മൾ ഇഡലിക്ക് അരി അരക്കുന്ന എങ്ങനെയാന്ന് ഒരു ദിവസം ഇടാവേ. കുറെ പേര് ചോദിച്ചായിരുന്നു ഇന്നാൾ ഇവിടെ ഇഡലി ഉണ്ടാക്കിയപ്പോ അരിയുടെ എങ്ങനെയാണ് അരി ഏതൊക്കെ ഇതിൽ ഇടുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. നമ്മുടെ ഇഡലി നന്നായിട്ട് വെന്തപ്പോ കണ്ട പാത്രത്തിൽ നന്നായിട്ട് ഇളകി വരും. അതായത് നാളെ ആവി പറക്കാനുണ്ട്. നമ്മൾ ചൂടോട് കൂടിയ സത്യം പറഞ്ഞാൽ ഇളക്കണത്. എന്നാലും അതിന് ഇളകി പോരും ഈസി ആയിട്ട്. ഇത് നമ്മുടെ ഇഡലിയുടെ മാവാട്ടോ. ഇന്നലെ അരച്ചാലോ ഈ മാവ്? ഇഡലിയുടെ മാവൊക്കെ ദോശമാവൊക്കെ തലേ ദിവസം അരച്ചു വെക്കണം. അല്ല, ചിലപ്പോ നമ്മള് ഒരു ദിവസമൊക്കെ വെച്ചേക്കും. നമുക്ക് ഈ ഒരു തട്ടിനകത്തൂടെ കോരി ഒഴിക്കാം. ഞങ്ങൾ 3 പേരേ ഉള്ളല്ലോ. പക്ഷെ ഇത് തികയത്തില്ല. 9 ഇഡലിയേ ഉള്ളൂ. 2 തട്ട്. ഈ 4 കൂടി ഇനി മതി. 4 കൂടെ മതി.
അപ്പൊ നമ്മുടെ ചുമന്നുള്ളി ഇതേ അരച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി നമ്മൾ പതുക്കെ ചൂടാക്കി ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ഉള്ളിയുടെ കൂടെ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ ആ ഉള്ളിയുടെ കൂടെ അങ്ങോട്ട് ഇടുവാണ്. അത് മതി. അത് മുളക് പൊടി നമ്മൾ ചൂടാക്കുമ്പോ കുറെ ഉണ്ടാവും അതങ്ങ്. അപ്പൊ വേറൊരു കാര്യം ഉണ്ടമ്മേ, അപ്പൊ ആവശ്യം നമുക്ക് ഇപ്പൊ ഇങ്ങനെ മുളക് പൊടി എടുത്തിട്ട് നമ്മൾ അത്ര എടുത്തിട്ട് ഇത്രയും ബാക്കിയുണ്ട് മുളക് പൊടി അല്ലെ, അത് നമുക്ക് വേറെ എന്തെങ്കിലും കറിക്ക് നമുക്ക് ഉപയോഗിക്കാം അത് വേണമെങ്കിൽ. ഉപയോഗിക്കാം. ഇനി അതല്ല നമ്മൾ കുഴയ്ക്കുമ്പോ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ആ മുളക് പൊടി നമുക്ക് ചേർക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നത് സ്വല്പം ഉപ്പാണ്. ഉപ്പ്, അപ്പൊ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇതിന്റെ അകത്തേക്ക് ചേർക്കാൻ പോവാ അല്ലെ. പൊടി ഇട്ടു. നമ്മൾ ഇതിനകത്ത് ശകലം വിനാഗിരി ഒഴിക്കണം. ഓ, വിനാഗിരി വേണം അല്ലേ. നമ്മളിവിടെ കള്ള് ഉപയോഗിച്ചുകൊണ്ട് വിനാഗിരി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അത് ഓൾറെഡി നമ്മളിവിടെ കള്ളും കൊണ്ട് വിനാഗിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശകലം ഒഴിച്ചാൽ മതി, ഒത്തിരി വേണ്ട. പിന്നെ ഇതിനകത്ത് ശകലം പഞ്ചസാര, ഇത്രയും പഞ്ചസാര. ഓക്കെ, ഇട്ടോമേ. ഇനി ഇതിനകത്ത് വേണ്ടുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്. കുറെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. അപ്പൊ നമ്മൾ ഇനി ഇതൊന്ന് അപ്പൊ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഇതിന്റെ അകത്ത് ചേർത്തിട്ട് നമ്മൾ വിനാഗിരിയും വെളിച്ചെണ്ണയാണ് ഈ വെള്ളം പോലെ കിടക്കുന്നത് അല്ലേ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇവ നന്നായിട്ട് ഇളക്കി കൂട്ടണം ഇത്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഉള്ളി അരക്കണ ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ ചമ്മന്തിക്ക്. ഇതെല്ലാം കൂടെ അങ്ങ് മിക്സ് ആകുമ്പോഴത്തേക്കും കുറെ ആകും ഈ ചമ്മന്തി അല്ലേ. അതാ നമ്മള് മുളക് പൊടി കുറച്ച് മാറ്റി വെച്ചത് ചൂടാക്കിയത്. ഇതൊരു 4 പേർക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ട് അല്ലെ. നോക്കാം എങ്ങനെയുണ്ടമ്മ? നല്ല ടേസ്റ്റ് അല്ലെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല രുചി. സത്യം പറഞ്ഞാൽ എനിക്ക് തേങ്ങാ ചമ്മന്തിനേക്കാൾ ഇഷ്ടം ഈ ചമ്മന്തിയാണ്. നല്ല ചൂട് ദോശയൊക്കെ ഇവ മുക്കി തിന്നാലുണ്ടല്ലോ, നമ്മള് വയറ് പറയുന്ന അറിയത്തില്ല, അതുപോലെ നമ്മൾ തിന്നും. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഡ്ഡലിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം. ഇഡ്ഡലി വേവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചമ്മന്തി റെഡിയാക്കാം. നമുക്ക് ഇതുപോലെ നിങ്ങൾ ഒരു ചമ്മന്തി ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എപ്പോഴും ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുള്ളൂ, ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ. അത്ര രുചിയാണ് ഈ ചമ്മന്തിക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഈ ചമ്മന്തി ഇഡ്ഡലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ ചമ്മന്തിക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. പിന്നെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യുക അല്ലെ. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. അപ്പൊ വിനാഗിരിയും അത് വെളിച്ചെണ്ണയുടെ വരുമ്പോ നമ്മൾ വിനാഗിരി നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ വെളിച്ചെണ്ണയുടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഉള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിന് ഏറ്റവും നല്ലത് നമ്മുടെ പിരിയമുളക് പൊടിച്ച പൊടിയാണ്. ഏറ്റവും നല്ല രുചി അതിനാണ്. അപ്പൊ നമുക്ക് നിങ്ങളുടെ എന്റെ ഇത് ഇഡ്ഡലി ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞടുക്കളയിൽ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലെ. ചമ്മന്തിയാണ് ടേസ്റ്റ്. അപ്പൊ അതാണ് നമ്മളിന്ന് കാണിച്ചു. ഇഡലിയേക്കാൾ ഉപരിയായിട്ട് ചമ്മന്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം കമന്റ് ചെയ്യാനും ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നമ്മുടെ വീഡിയോസിന് കമന്റും ലൈക്കും ഒക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ കമന്റും ലൈക്കും ഒക്കെ എപ്പോഴും കുറവ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റീച്ചിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളോട് എടുത്തു പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം മറ്റൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.